സ്റ്റാറ്റിയിലെ കോറിലേഷൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. ഇഫ് ദ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് റാങ്ക് എന്ന് പറയുന്ന ഒരു ടോപ്പിക് നമ്മൾ ഒറ്റ കേസിലേ പഠിക്കുന്നുള്ളൂ. അത് എവിടാ സ്പിയർമാന്റെ റാങ്ക് കോറിലേഷൻ അല്ലെ, സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ, അവിടെ മാത്രമാണ് നമ്മൾ റാങ്ക് കോറിലേഷൻ പഠിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് തരുന്നത്, എന്താണ് കാണാൻ പറഞ്ഞതെന്നുള്ളത് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. ഇഫ് ദ സമ്മ് തന്നിട്ടുണ്ട്, എന്തിന്റെ ഒരു സമ്മ് തന്നിട്ടുണ്ട്. സമ്മ് എന്ന് പറയുമ്പോൾ സിഗ്മ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഡിനോട്ട് ചെയ്യാം. സം ഓഫ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ഡിനോട്ട് ചെയ്യാൻ പറ്റും, സിഗ്മ അല്ലെ, അതാണ് സം ഓഫ് എന്ന് പറയുന്നത്. ഓക്കെ, സം ഓഫ് സ്ക്വയേഴ്സ്, അപ്പൊ എന്തിനെയോ കുറിച്ച് സ്ക്വയർ ചെയ്യുന്നുണ്ട്. ഓഫ് ദ റാങ്ക്സ് ഡിഫറൻസ് ഇൻ മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ്. അപ്പോൾ ഫിസിക്സ് എന്ന് പറയുന്നൊരു വേരിയബിൾ, മാത്സ് എന്ന് പറയുന്ന വേരിയബിൾ, അവരുടെ ഡിഫറൻസിന്റെ സ്ക്വയേഴ്സിന്റെ സം, അതായത് സിഗ്മ ഡി സ്ക്വയർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ, സിഗ്മ ഡി സ്ക്വയർ അല്ലെ, സിഗ്മ ഡി സ്ക്വയറിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാ, 10 സ്റ്റുഡൻസ് ഈക്വൽ ടു ദാറ്റ് ഇസ് 22 അല്ലെ. അപ്പൊ n ഈക്വൽ ടു എന്ത് വരുന്നത്, 10. സോ സിഗ്മ ഡി സ്ക്വയറിന്റെ വാല്യൂ 22 ആണെന്നുള്ളതും സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഡിഫറൻസസ് ഓഫ് മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ്, ഓക്കെ, റാങ്കുകളുടെ ഡിഫറൻസിന്റെ സ്ക്വയേഴ്സിന്റെ സമ്മ് നമുക്ക് തന്നിട്ടുണ്ട് 22. 10 സ്റ്റുഡൻസ് ആണെന്ന് പറയുന്നത്, സോ n ഈക്വൽ ടു 10. ദെൻ കോഎഫിഷ്യന്റ് ഓഫ് റാങ്ക് കോറിലേഷൻ, അതിന് എന്തറിയണം, ഇക്വേഷൻ അറിയണം അല്ലെ. അതെന്താ കാണാനുള്ള ഇക്വേഷൻ, അത് കാണാനുള്ള ഇക്വേഷൻ ആണ് r ഈക്വൽ ടു 1 മൈനസ് 6 ഇൻറ്റു സിഗ്മ ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ n ഇൻറ്റു n സ്ക്വയർ മൈനസ് 1 ആണല്ലോ. അറിയുന്ന വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ കിട്ടുക, r ഈക്വൽ ടു 1 മൈനസ് 6 ഇൻറ്റു സിഗ്മ ഡി സ്ക്വയർ, ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലേ, ഈ വാല്യൂ എടുത്ത് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്ക്. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് എത്ര കിട്ടുക, 22 ഡിവൈഡഡ് ബൈ n എന്ന് പറയുമ്പോൾ 10 ഇൻറ്റു 10 സ്ക്വയർ മൈനസ് 1. ഇതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ. 1 മൈനസ്, ഇനി കാൽക്കുലേറ്റർ എടുത്ത് ഡയറക്റ്റ് ചെയ്താൽ മതി. ആറിന്റെ വാല്യൂ നമുക്ക് ഡയറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റർ എടുത്ത് ഡയറക്റ്റ് ചെയ്യാം, 6 അടിക്കുക, ഇൻറ്റു അടിക്കുക, 22 അടിക്കുക. ഓക്കെ, ഡിവൈഡഡ് ബൈ 10 ഡിവൈഡഡ് ബൈ 10 സ്ക്വയർ 100 മൈനസ് 1 99. അപ്പൊ എനിക്ക് ആൻസർ കിട്ടി 0.13. ഓക്കെ, 1-നകത്ത് മൈനസ് ചെയ്യണം അല്ലേ. സോ ഒരു -1 കൂടെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് കിട്ടും 0.8666. സോ നമ്മളിത് റൗണ്ട് ചെയ്തിട്ട് എങ്ങോട്ട് കൊണ്ടുപോകും, 0.867 കൊണ്ടുപോയാൽ മതി. ഓക്കെ ആണല്ലോ. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഇതെങ്ങനെ കാൽക്കുലേറ്ററിൽ ചെയ്യുന്നുള്ള ഞാനൊന്ന് ജസ്റ്റ് എഴുതി കാണിച്ചു തരാം. എങ്ങനെ നമ്മൾ കാൽക്കുലേറ്ററിൽ അത് ചെയ്യാം, 6 ഇൻറ്റു 22 ഡിവൈഡഡ് ബൈ 10 ഡിവൈഡഡ് ബൈ 10 സ്ക്വയർ മൈനസ് 1 99 ആണെന്ന് നമുക്ക് അറിയണം. ഓക്കെ ആണല്ലോ. സോ ഡിവൈഡഡ് ബൈ 99 എന്നിട്ട് എന്ത് ചെയ്താൽ മതി, ഈക്വൽ ടു അടിച്ചിട്ട് ഒരു -1 അടിക്കുക, ഈക്വൽ ടു അടിക്കുക. സോ നമുക്ക് കിട്ടുന്ന ആൻസർ നെഗറ്റീവ് ആയിരിക്കും, കാരണം നമ്മൾ അവിടുന്ന് ഇങ്ങോട്ടാ മൈനസ് ചെയ്ത്, ആ സംഖ്യക്കകത്തുനിന്ന് 1 അല്ലേ മൈനസ് ചെയ്ത്, 1-നകത്ത് അങ്ങോട്ട് മൈനസ് ചെയ്യുമ്പോൾ ഓക്കെ, സോ കിട്ടുന്ന ആൻസർ നെഗറ്റീവ് ആണ്, അത് പോസിറ്റീവ് എടുത്താൽ മതി. ഓക്കെ ആണല്ലോ. ഓക്കെ, ഈസി.